സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 25ആയി, 4 പേരെ കാണാനില്ല. 52 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിൽ 565 വീടുകൾ ഭാഗികമായും തകർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,434 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ജില്ലകളിൽ ഇന്ന് അവധിയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ബാക്കി എല്ലാ ജില്ലകളിലും കനത്ത മഴ മുന്നറിയിപ്പുമുണ്ട്. ശക്തമായ കാറ്റിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മീൻപിടുത്തത്തിന് വിലക്ക് തുടരുകയാണ്. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, തിരുവല്ല, അപ്പർ കുട്ടനാട്, ചെങ്ങന്നൂരിലെ പാണ്ടനാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. പമ്പയിൽ ജലനിരപ്പ് നേരിയൊരു കുറവ് കാണിക്കുന്നുണ്ട്. നാളെ മുതൽ 3 ദിവസം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 6, 7, 8 ദിവസങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ടും വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി നമ്മളുമായി ചേരുന്നത് ശശി നാരായണനാണ്. ശശി, പത്തനംതിട്ട ജില്ലയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് റാന്നി, ആറന്മുള പോലുള്ള പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ? ആളുകളൊക്കെ മാറുന്നില്ലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ആളുകളെ അന്വയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ശശി? പത്തനംതിട്ട ജില്ലയിലെ മഴ ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങി. ഇന്നലെ രാത്രിയിൽ വലിയ മഴയില്ലായിരുന്നു. മലയോര മേഖലയിലൊക്കെ നേരിയ തോതിൽ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും മഴ ശക്തമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും റാന്നിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ആറന്മുളയിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. സന്നദ്ധ സംഘടനകളുടെയും സർക്കാർ എക്സൈസ് വകുപ്പിന്റെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്തായാലും ആറന്മുളയിലും റാന്നിയിലും വെള്ളം ആദ്യം ഇറങ്ങി. ആറന്മുളയിൽ ഭാഗികമായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം ആറന്മുളയിലെ നീറുവിളാകം ഭാഗത്തൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. സത്രക്കടവ്, അതുപോലെ തന്നെ ആറന്മുള ക്ഷേത്രത്തിന് സമീപമുള്ള വെള്ളമൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത്. പമ്പാ നദിയിൽ നീരൊഴുക്ക് നേരിയ കുറവുണ്ട്. പമ്പാ നദിയിലെ ജലനിരപ്പിൽ അല്പം കുറവുണ്ട്. അതേസമയം ചെങ്ങന്നൂർ, അപ്പർ കുട്ടനാട്, പാണ്ടനാട് തുടങ്ങിയ മേഖലകളിൽ ഇപ്പോഴും ഈ വെള്ളക്കെട്ടും പ്രതിസന്ധിയും തുടരുകയാണ്. കുറ്റൂര്, തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലകളിൽ MC റോഡിലുമൊക്കെ ഈ നേരിയ തോതിൽ വെള്ളക്കെട്ടുകളുടെ വാഹന ഗതാഗതം എന്നാൽ നടക്കുന്നുണ്ട്. പക്ഷെ വീടുകളൊക്കെ എപ്പോഴും പല സ്ഥലങ്ങളിലും താമസ യോഗ്യമല്ലാത്ത രീതിയിൽ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. എന്തായാലും ക്യാമ്പുകൾ സജീവമായി തുടരുകയാണ്. അതായത് ഇന്നും നാളെയും മറ്റന്നാളും, അതായത് 6, 7, 8 തീയതികളിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടാകും എന്നുള്ളതൊരു കാര്യമാണ്. ഒരുപക്ഷെ പ്രളയ സാധ്യത ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകൾ കഴിയുന്ന ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഒപ്പം ഈ വീടുകളിൽ കഴിയുന്ന ആളുകളെ ക്യാമ്പുകളിൽ എത്തിക്കാൻ, പരമാവധി ആളുകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ ഈ ഭാഗങ്ങൾ, അതായത് തിരുവല്ല, അപ്പർ കുട്ടനാട് മുതൽ ആറന്മുള, റാന്നി തുടങ്ങിയ മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ 3 ദിവസവും വളരെ ജാഗ്രതയായിട്ട് ഇരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ റാന്നിയിലെയും അതുപോലെ തന്നെ ആറന്മുളയിലെയും വെള്ളം, വീടുകളിൽ കയറിയ വെള്ളം, റോഡുകളിലൊക്കെ കയറിയ വെള്ളത്തിന് അല്പം കുറവുണ്ട്. അതേസമയം വെള്ളക്കെട്ട് രൂക്ഷമായി ഈ അപ്പർ കുട്ടനാട് മേഖലകളിൽ ഇപ്പോഴും തുടരുന്നു. വീടുകളിൽ ആളുകൾ താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ ജില്ലയിൽ സന്ദർശനം നടത്തിയിരുന്നു. പത്തനംതിട്ടയിലും ഈ ദുരിതബാധിത പ്രദേശങ്ങളായ ആറന്മുളയും റാന്നിയും അടക്കം സന്ദർശനം നടത്തിയിരുന്നു. എന്തായാലും പത്തനംതിട്ടയ്ക്ക് ഒരു മുന്തിയ പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം നേരത്തെ തന്നെ കണ്ടെത്തി അതിനുവേണ്ടിയുള്ള ഒരു പ്രതിവിധികൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ കൂടി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ വീടുകൾ വെള്ളം കയറി നാശമായ ആളുകൾക്ക് ആ വീടുകൾക്ക് തിരിച്ചു വെക്കുന്നതിന്, വീട് വൃത്തിയാക്കുന്നതിന് ആദ്യഘട്ടത്തിലേക്ക് 10,000 രൂപയും മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു. അത്തരത്തിൽ ജില്ലയുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ജില്ലയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം സർക്കാർ തലത്തിൽ നൽകുന്ന ലഭ്യമാകുന്ന സഹായങ്ങളെല്ലാം ലഭ്യമാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. ഈ റാന്നിയിലെ കടകളിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുള്ള നഗരത്തിൽ വെള്ളം കയറുന്നത് ഉണ്ടായത്. അവിടെ ഈ നഗരം വൃത്തിയാക്കുന്ന റാന്നി ടൗണ്
ഭാഗം വൃത്തിയാക്കുന്ന ചുമതല എക്സൈസും സന്നദ്ധ പ്രവർത്തകരും മറ്റ് പഞ്ചായത്തിന്റെയൊക്കെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ചെളി മൂടിയ സ്ഥിതിയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. ആറന്മുളയിലും ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് സമാനമായ രീതിയിൽ ക്ഷേത്രത്തിലൂടെയും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതേസമയം താഴ്ന്ന പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. വെള്ളം ഇറങ്ങിയെങ്കിൽ മാത്രമേ ഈ ജനങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും. ഒരുപക്ഷെ അത് 12-ാം തീയതിക്ക് ശേഷമായിരിക്കും അത്തരത്തിൽ 7, 8, 9 പിന്നീട് 2-3 ദിവസം കൂടെ കഴിയും. സാധാരണ വീടും കിണറും എല്ലാം വൃത്തികേടായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തിരിച്ചു വരാൻ അവരെ വൃത്തിയാക്കി തിരിച്ചു വരാൻ ഒരുപക്ഷെ 10-ാം തീയതി വരെ ആവാൻ സാധ്യതയുണ്ട്. ക്യാമ്പുകളിൽ അതുവരെ ആളുകൾ തിരിച്ചു മടങ്ങണ്ട എന്നുള്ളതാണ് ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ക്യാമ്പുകളിൽ ഇപ്പോഴും ആളുകൾ തുടങ്ങുന്നത്. ചില സ്ഥലങ്ങളിൽ തിരുവല്ല അടക്കമുള്ള മേഖലകളിൽ പലരും ക്യാമ്പിലേക്ക് വരാൻ മടി കാണിക്കുന്ന, വീടിന്റെ 2ാമത്തെ നിലയിലാണ് പലരും താമസിക്കുന്നത്, മടി കാണിക്കുന്ന എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിർബന്ധിച്ച് ആളുകളെ വീണ്ടും ഈ ക്യാമ്പുകളിലേക്ക് വരണമെന്ന് മന്ത്രി അടക്കമുള്ള ജില്ലാ ഭരണകൂടമുള്ള ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഉള്ള ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും അത് അനുസരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുറച്ച് ആളുകൾ വീണ്ടും തിരിച്ച് ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട്. ബന്ധുവീട്ടിലേക്ക് പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നിർദ്ദേശം ഇപ്പോൾ ആളുകൾ പാലിക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്. മഴ രാവിലെ നേരിയ തോതിൽ ജില്ലയിൽ പരക്കെ അനുഭവപ്പെടുന്നുണ്ട്. ശരി, ശശി നാരായണനാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുമുള്ള വാർത്തകൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.